കൽപ്പിച്ച നിങ്ങൾക്കു സമാധാനം പ്രിയ ശിഷ്യന്മാരെ നിങ്ങൾ സഹിതം എന്റെ സമാധാനം വാഴട്ടതിനാൽ പാപവിമോചനം ദുഷ്ടങ്കൽ നിന്നും നിത്യം രക്ഷയുമുണ്ടാകും. ഉയർപ്പിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായർ തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. പുതു ഞായറാഴ്ച എന്ന ആ വിശ്വാസ പ്രഖ്യാപനത്തെ സഭ കാണുന്നു. തൻ്റെ വിരൽ സ്പർശിക്കുവാൻ കൈനീട്ടുമ്പോൾ തോമാശ്ലീഹായിൽ എന്തോ സംഭവിച്ചു. അവിടെയാണ് ആ വലിയ വിശ്വാസ പ്രഖ്യാപനം ഉണ്ടായത്. ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണുകയല്ല എന്നും ആ ക്രിസ്തു ദർശനത്തെ അനുഭവിക്കാൻ കഴിയുന്നതാകണം പുതു ഞായർ എന്നുള്ളതാണ് ഈ ദിവസത്തെ നാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പുതു ഞായർ ക്രിസ്തുവിലുള്ള ജീവിതം നമ്മിൽ സാധ്യമാകുന്നതാകണം. നമ്മുടെ ജീവിതം തോമാശ്ലീഹായെപ്പോലെ ക്രിസ്തു സ്പർശനത്താൽ മാറ്റമുണ്ടാക്കണം. നമ്മിൽ നിന്ന് ഉയരുന്ന ശബ്ദം വേറിട്ടതാകണം എന്നുള്ളതാണ് തോമാശ്ലീഹ പഠിപ്പിക്കുന്നത്. പുതു ഞായറാഴ്ചയുടെ പ്രത്യേകത തോമാശ്ലീഹായെ തേടി നമ്മുടെ കർത്താവ് വരുന്നു. ശിഷ്യന്മാർ പറഞ്ഞപ്പോഴും ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന് പഠിക്കുവാനാണ്, ആ ശബ്ദം ക്രിസ്തുവിൽ നിന്ന് കേൾക്കുവാനാണ് തോമാശ്ലീഹ ആഗ്രഹിച്ചത് എന്നത് മറന്നു പോകരുത്. തോമാശ്ലീഹായ്ക്ക് ക്രിസ്തു തൻ്റെ സാന്നിധ്യം കാണിക്കുന്ന ദിവസമാണ് പുതു ഞായറാഴ്ച. ജീവിതകാലത്ത് തോമാശ്ലീഹായുടെ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം, ആഗ്രഹങ്ങളിൽ ഒന്നിനോട് കർത്താവ് കൊടുത്തിട്ടുള്ള മറുപടിയാകാം താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു സൗഖ്യം നിനക്ക് ലഭിക്കുമെന്നുള്ളത്. നമ്മെ തോമാശ്ലീഹായുടെ ഈ സംഭവം പഠിപ്പിക്കുമ്പോൾ ഒരാഴ്ചക്കാലം ശിഷ്യന്മാരെല്ലാം കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരായിരുന്ന മാളികമുറിയിൽ വെച്ച് കാണുന്നുണ്ട്. ആ സമയത്ത് തോമാശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വേദഭാഗത്ത് പറയുന്നത്. എന്നാൽ പിറ്റേ ആഴ്ച 8 ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ഞായറാഴ്ച നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി ആരാധനയുടെ ഭാഗമായിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും തോമാശ്ലീഹായെ വിളിച്ച് അവൻ്റെ കരങ്ങൾ നീട്ടാൻ പറയുകയും അതിലൂടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമേ എന്നുള്ള ദൈവിക ശബ്ദം തോമാശ്ലീഹായിൽ നിന്ന് ഉയർന്നു വന്നതാണ് പുതു ഞായറാഴ്ച. പലപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ കൊടുക്കാവുന്ന മറുപടി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞങ്ങൾ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ, ഞാനും അവനെ കാണുമ്പോൾ വിശ്വസിക്കാമെന്ന് പറയുന്നതിന് പകരം തോമാശ്ലീഹ പറയുന്നത്, ഞാൻ അവൻ്റെ ആണിപ്പഴുതുകൾ കാണുകയും വിലാപ്പുറത്തിൻ്റെ കരങ്ങൾ നീട്ടുകയും ഇട്ടുനോക്കുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ശിഷ്യൻ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവം കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ നമ്മുടെ കർത്താവ് തോമാശ്ലീഹായുടെ കൂടെ തൻ്റെ ജീവിതകാലത്ത് സഞ്ചരിച്ച കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ തോമാശ്ലീഹായ്ക്ക് തൻ്റെ കരങ്ങൾക്കോ എന്തോ ആവശ്യങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് ആ ഒരു സൗഖ്യം നൽകണമേ എന്ന്. ഇവിടെ കർത്താവ് കൊടുത്തൊരു മറുപടി ഇപ്രകാരമായിരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എൻ്റെ വിലാപ്പുറത്ത് നീ തൊടേണ്ടി വരും, അവിടെ വെച്ച് നിനക്ക് ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായ സൗഖ്യം ലഭിക്കുമെന്നുള്ളതാണ്. ഇത് തോമാശ്ലീഹായുടെ മനസ്സിലുണ്ടാകാം. ക്രിസ്തുവും തോമാശ്ലീഹായും തമ്മിലുള്ളൊരു സംഭാഷണമാകാം. ഒരുപക്ഷെ വളരെ ആവേശത്തോടുകൂടി തോമാശ്ലീഹ പറയുന്നത്, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് തൊടും, അവനെ സ്പർശിക്കും, എങ്കിൽ മാത്രമാണ് എനിക്കതിൻ്റെ പൂർണ്ണത വരികയുള്ളൂ. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് തോമാശ്ലീഹായോട് പറഞ്ഞിട്ടുള്ളൊരു സമയത്ത് നീ മനുഷ്യനായി തന്നെയാണോ നീ ഉദ്ധിതനാകുന്നതെന്നൊക്കെ തോമാശ്ലീഹായുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടുകൂടിയാണ് നീ മനുഷ്യനായ ഉദ്ധാനം ചെയ്യുന്ന, എന്നാൽ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുന്ന ക്രിസ്തുവിനെ നീ കാണും. ആ വിലാപ്പുറത്തിൻ്റെ ഓർമ്മകൾ, എനിക്കൊരു മുറിവ് ആ വിലാപ്പുറത്തുണ്ടാകും. ഇതെല്ലാം പിന്നീട് കുരിശിൽ വെച്ച് സംഭവിക്കുന്നുണ്ട്. ഇതിലായൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. കുരിശിൽ വെച്ച് നമ്മുടെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തി അവൻ മരിച്ചോ എന്നറിയാൻ വേണ്ടി ശതാധിപൻ നോക്കുന്ന സന്ദർഭങ്ങളൊക്കെയുണ്ട്. ആ പടയാളി നോക്കുമ്പോൾ അവൻ മരിച്ചു എന്ന് മനസ്സിലാക്കുക. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നതിൻ്റെ തെളിവ്. ഈ പൂർണ്ണ മനുഷ്യനായി തന്നെ ഉദ്ധാനം ചെയ്യുമോ എന്ന തോമാശ്ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിരിക്കാം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വിലാപ്പുറത്ത് തൊടാൻ പറയുന്നതും. ഒരുപക്ഷെ അവൻ സൗഖ്യം ആഗ്രഹിച്ച ഏതോ കാര്യങ്ങൾ
അവൻ്റെ കരങ്ങൾക്ക് സ്പർശനത്തിന് മുമ്പായി തന്നെ വിലാപ്പുറത്തേക്ക് കൈ നീട്ടുമ്പോൾ അവന് അതിൻ്റെ സൗഖ്യം ലഭിച്ചതുമാകാം. ഒരുപക്ഷെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമേ എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം തോമാസ് ലീഹ നടത്തുവാൻ ഇടവരുത്തിയത് എന്നുകൂടി നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ വിലാപ്പുറത്ത് തൊടുവാൻ പറയുന്നതിലൂടെ ഒന്നാമത് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തു മനുഷ്യനായി മരിച്ചുവെന്നും മനുഷ്യനായി തന്നെ ഉദ്ധിതനായി മാറിയെന്നും ആ ഉത്ഥാനത്തെ തോമാസ് ലീഹായുടെ മനസ്സിൽ ആവേശം കൊടുക്കുകയാണ്. പൂർണ്ണ മനുഷ്യനായി താൻ വേദനകളെല്ലാം സ്നേഹിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നത് ക്രിസ്തുവിനും കണ്ടിട്ട് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ തോമാസ് ലീഹ ഞായറാഴ്ചകളിൽ ഒരുമിച്ച് കൂടണം എന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഇപ്രകാരം ആരാധന അർപ്പിക്കുക, എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുക. ആ ആരാധനയിൽ ക്രിസ്തു എഴുന്നള്ളി വന്നു. ആരാധനയിൽ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ വിശ്വാസത്തെ കൂടി ഉറപ്പിക്കുന്നതായി നമ്മുടെ ശിഷ്യന്മാർ കൂടിയതിലൂടെ മനസ്സിലാക്കണം. എന്നാൽ അതോടൊപ്പം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതാകണം ആരാധന. നാം അറിഞ്ഞ വിശ്വാസത്തെ മറ്റുള്ളവരോട് പറയുന്നതാകണം ആരാധന. ഇതുകൂടി നമ്മൾ മറന്നു പോകരുത്. യഹൂദന്മാരെ ഭയന്ന ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ ഭയം കൂടാതെ സമൂഹത്തിൽ സഞ്ചരിച്ച ഒരാൾ കൂടിയാണ് തോമാസ് ലീഹ എന്നതും നമ്മൾ വിസ്മരിക്കരുത്. ഭാരതസഭയുടെ അപ്പോസ്തലൻ, ക്രിസ്തു തന്നെ കാണിച്ചു കൊടുത്ത ആ ശിഷ്യൻ തോമാസ് ലീഹായിലൂടെ ക്രിസ്തു കണ്ടതിന് ശേഷമാണ് പ്രേക്ഷിത പ്രവൃത്തി എന്നത് നമുക്ക് മനസ്സിലാക്കണം. ഈ ഭാരതസഭയുടെ അപ്പോസ്തലനാകുവാനുള്ള യോഗ്യത തോമാസ് ലീഹായുടെ ധൈര്യവും വിശ്വാസത്തിൻ്റെ ആഴവുമെല്ലാം നമ്മുടെ കർത്താവ് കണ്ടിട്ടാണ് ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്, അദ്ദേഹത്തെ ഭാരതസഭയിലേക്ക് അയക്കുന്നത്. ദൈവം തോമാസ് ലീഹായോട് സംസാരിച്ചതിലൂടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് സാധ്യമായത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഭാരതത്തിൽ മുഴങ്ങിക്കേട്ടു. ഈ നാളുകൾ ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കും വിശ്വാസികൾക്കും തന്നെ വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണ്. താൻ ഉയർത്തെഴുന്നേറ്റു എന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു. സംശയത്തിലുള്ളവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. അതിൽ ഒന്നാണ് തോമാസ് ലീഹായെ വിശ്വസിപ്പിക്കുവാൻ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിയത്. അതുകൊണ്ട് ആ വിശുദ്ധ തോമാസ് ലീഹായുടെ ആ മഹത്തായ പ്രഖ്യാപനം മലങ്കര സഭയുടെ മക്കളുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഉയർന്നു വരണം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. കേവലം ക്രിസ്തുവിനെ കാണുകയല്ല, അവനെ അനുഭവിക്കാൻ കഴിയുന്ന ദൈവീക ശുശ്രൂഷയിൽ നമ്മൾ ഉയരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പുതു ഞായറാഴ്ച നമുക്ക് സാധ്യമാക്കട്ടെ.